മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമാനത്തിൽ വധിക്കാൻ ശ്രമിച്ചെന്ന കേസിൽ വർഷം 3 കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിച്ചില്ല. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ KS ശബരിനാഥൻ, ഫർസീൻ മജീദ്, നവീൻ കുമാർ, സുനിത് നാരായണൻ എന്നിവരാണ് കേസിൽ പ്രതിപട്ടികയിലുള്ളത്. കുറ്റപത്രത്തിന് കേന്ദ്രാനുമതി ലഭിക്കാത്തതാണ് പോലീസിനെ വെട്ടിലാക്കിയത്. 2022 ജൂൺ 13 മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം സംസ്ഥാനമൊട്ടാകെ അലയടിച്ചുയരുന്ന സമയം. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഇൻഡിഗോ 6C7407 വിമാനത്തിലായിരുന്നു അസാധാരണ പ്രതിഷേധം. വിമാനം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്തതിന് പിന്നാലെ വിമാനത്തിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കുടിയും മുദ്രാവാക്യങ്ങളുമായി യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പ്രതിഷേധിച്ചു. വധശ്രമത്തിന് പുറമെ വിമാനത്തിന്റെ സുരക്ഷയെ ബാധിച്ചുവെന്ന വ്യോമയാന വകുപ്പുകൾ കൂടി ചേർത്താണ് പോലീസ് പ്രതിഷേധക്കാർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തത്. വിമാനത്തിൽ പ്രതിഷേധിച്ച 3 പേർക്ക് പുറമെ KS ശബരിനാഥനെതിരെയും പോലീസ് സമാന വകുപ്പുകൾ ചേർത്തു. FIRൽ ചേർത്ത വകുപ്പുകൾ തന്നെ പോലീസിന് തിരിച്ചടിയായി. സംഭവത്തിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി കൂടി വേണം. 3 വർഷമായി കേന്ദ്രം കുറ്റപത്രത്തിന് അനുമതി നൽകിയിട്ടില്ല. സർക്കാർ കത്തയച്ചിട്ടും കേന്ദ്രം അനുകൂലമായി പ്രതികരിച്ചില്ല. കേന്ദ്രാനുമതി ലഭിക്കാത്തതോടെ കുറ്റകൃത്യത്തിന് തെളിവില്ലെന്ന് വ്യക്തമായതായി കേസിലെ 1-ാം പ്രതി ഫർസീൻ മജീദ് പറയുന്നു. ഒരു പ്രതിഷേധ സമരം നടത്തി 2 മുദ്രാവാക്യം വിളിച്ചു എന്നതിൻ്റെ പേരിൽ കേരളം മുഴുവൻ ഞങ്ങളെ വലിയ ക്രിമിനലുകളും കുറ്റവാളികളുമാക്കി കാപ്പ ചുമത്തി നാട് കടത്താൻ വരെ ശ്രമിച്ച ഭരണകൂടത്തിന് ഇരയാണ് ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ സഹപ്രവർത്തകന്മാർ. ഇന്ന് അത് 3 വർഷം പിന്നിട്ട് നിൽക്കുമ്പോൾ പോലും ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള പോലീസ് അതിനെക്കുറിച്ച് അന്വേഷിച്ച് ഒരു ചാർജ് ഷീറ്റ് പോലും, കുറ്റപത്രം പോലും കോടതിയിൽ സമർപ്പിച്ചില്ല എന്ന് പറയുമ്പോൾ ആരാണ് ഇതിനകത്ത് യഥാർത്ഥത്തിൽ കുറ്റം ചെയ്തിരിക്കുന്നത് എന്ന് ഈ സമൂഹത്തിന് ഇന്ന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ശംഖുമുഖം ACPയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനായിരുന്നു അന്വേഷണ ചുമതല. എന്നാൽ ഈ അന്വേഷണ സംഘം പോലും ഇപ്പോൾ നിലവിലില്ല. മുഖ്യമന്ത്രിക്കെതിരായ കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയാതെ വന്നത് പോലീസിനും നാണക്കേടായി. യൂത്ത് കോൺഗ്രസ് നേതാക്കളെ വിമാനത്തിൽ മർദ്ദിച്ചുവെന്ന പരാതിയിൽ CPM നേതാവ് EP ജയരാജനും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥനുമെതിരെ എടുത്ത കേസിലും അന്വേഷണം ഏതാണ്ട് നിലച്ച മട്ടാണ്. മീഡിയ 1 കണ്ണൂർ.